അങ്ങനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഈ മണ്ഡലത്തിലുണ്ടെന്ന് പറഞ്ഞു പാർട്ടി പിടിക്കാനുള്ള സംസ്ഥാന ഗവൺമെന്റ്. എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, താങ്കൾ നിലമ്പൂരിൽ മത്സരിക്കുന്നത് അതൊക്കെ അത് 2 ദിവസം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ നാളെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഉണ്ട്, മറ്റന്നാള് സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്. അതിലെ തീരുമാനം, അതിന്റെ മുമ്പ് ഈ പറയുന്ന കേസുമായി ബന്ധപ്പെടാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. കേസിൽ പ്രതീക്ഷയുണ്ട്. കേസിൽ പ്രതീക്ഷ ഇല്ലാതിരിക്കുന്നത് എങ്ങനെയാ? ഈ ഇന്ത്യയിലെ മുഴുവൻ പാർട്ടി വിഷയങ്ങൾ മുഴുവൻ സെറ്റിൽ ചെയ്ത് കോൺഗ്രസിനൊരു മുഖം ഉണ്ടാക്കി കൊടുത്തു അദ്ദേഹം, അല്ലേ? അദ്ദേഹത്തിന് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടല്ലോ. അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ട്, അദ്ദേഹമായിട്ട് സംസാരിക്കും. ഇല്ല, ഈ വിഷയവുമായി ബന്ധപ്പെടാൻ ഇല്ല. ഞാനിപ്പോ ശ്രമിക്കുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിക്കുള്ളൂ. അദ്ദേഹത്തെ ബന്ധപ്പെടാൻ എനിക്കൊരു പ്രയാസമില്ല. ഇപ്പൊ ഈ പറയുന്നത് പോലെ രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോഴാണ് ഞാൻ സംസ്ഥാന ജില്ലാ വൈസ് പ്രസിഡന്റ് ആവുന്നത്. KCയുടെ കൂടെ 5 വർഷം ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്. അന്ന് അദ്ദേഹം സ്റ്റേറ്റ് പ്രസിഡന്റാണ്. അദ്ദേഹം KSU സ്റ്റേറ്റ് പ്രസിഡന്റ് ആകുന്ന സമയത്ത് KSU എന്താ പറയാ മമ്പാട് കോളേജുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നല്ല ഇവരോടൊക്കെ ഉള്ള നല്ല സൗഹൃദം ഉള്ള വ്യക്തി തന്നെയാണ് ഞാൻ. എനിക്ക് എന്താ പറയാ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പൊളിറ്റിക്കൽ ബന്ധം വളരെ കുറവാണ്. കാരണം അദ്ദേഹം 2001 MLA ആയിട്ട് വരുന്നത്. നമ്മൾ 2004, 2005 കൂടിയിട്ട് എന്തായി, DICയും ബാക്കിയുള്ളതായിട്ട് അവിടുന്ന് പോരുന്നുണ്ട്. അപ്പം 80 തൊട്ട് 2001 വരെയല്ലേ 20 കൊല്ലത്തെ ആ കാലഘട്ടത്തിലുള്ള ബന്ധങ്ങളാണ്. അന്ന് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലില്ല. അദ്ദേഹം 2001 തെരഞ്ഞെടുപ്പോട് കൂടിയിട്ടാണ് പ്രധാന രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ആ സമയമാകുമ്പോഴേക്കും എന്തായി, നമ്മള് ഇപ്പുറത്തെത്തിയിട്ടുണ്ട്. അല്ല, അതിനി UDF തീരുമാനിക്കട്ടെ, നമുക്ക് നോക്കാം. സതീശൻ പറയുന്ന ഒരു കാര്യം, UDFനും അതുപോലെ തന്നെ ആര്യാട് ഷൗക്കത്തിനും പിന്തുണ പ്രഖ്യാപിക്കട്ടെ, പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കട്ടെ. അപ്പോൾ അതിനുശേഷം മുന്നിലെ പ്രവേശനമായി അല്ല, അത് ഞാൻ KCയായി സംസാരിക്കട്ടെ. ഇപ്പം രമേശ് ചെന്നിത്തലയും KS നാരായണനൊപ്പം നിരന്തരം സംസാരിക്കുന്നു പറയുന്നു. അപ്പോൾ പലതവണ ഈ കത്ത് കൊടുത്തു, സംസാരിച്ചു, ഈ നിലപാട് വ്യക്തമാക്കാൻ VD സതീശനോട്. അപ്പൊ അദ്ദേഹം വ്യക്തിപരമായിട്ട് തീരുമാനമായിട്ട് തോന്നുന്നുണ്ട്. UDF പൊതു തീരുമാനമല്ലാന്ന് തോന്നുന്നുണ്ട്. ആര്? VD സതീശൻ ഒന്നും പറയുന്നില്ല. അല്ല, അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയാനില്ല. എനിക്ക് ഇനി ബഹുമാനപ്പെട്ട KCയെ കണ്ടതിന് ശേഷം അതിനെക്കുറിച്ച് ഞാൻ കമന്റ് ചെയ്യുള്ളൂ. KCയുടെ തീരുമാനം വരുന്നവരെയും താങ്കൾ മത്സരിക്കാനുള്ള സാധ്യതകൾ നിൽക്കുകയാണ്. അല്ല, മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കാൻ 2-ാം തീയതി വരെ സമയമുണ്ടല്ലോ. ഈ തൃണമൂൽ ദേശീയ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് തൃണമൂൽ ദേശീയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ ഘടകകക്ഷിയാക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് എന്നാണ്. ആ ഒരു സാഹചര്യം ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? അത് KCയായിട്ട് സംസാരിക്കാമല്ലോ. അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ ഫോർവേഡ് ബ്ലോക്ക് അടക്കം പല സംഘടനകളും അപ്പുറത്ത് നിൽക്കുന്നൊക്കെ ഇവിടെ ഒരുമിച്ചുണ്ടല്ലോ, അല്ലേ? എന്താണ് ഒരു പ്രവാസി കോൺഗ്രസ് അടക്കം. അതിലും താഴെയാണോ PV അൻവർ? അതാണല്ലോ അതിന്റെ അടിസ്ഥാനം. മാർക്കറ്റിൽ കൂട്ടാനേ പറ്റാത്ത ചൊറിയും ചിരങ്ങും പിടിച്ചൊരുത്തനല്ലേ ഇതിന്, അല്ലേ? അതാണല്ലോ. ആയിക്കോട്ടെ, അങ്ങനെയാണോ ഞാൻ എന്ന് എനിക്ക് KCയോടും ചോദിക്കണ്ടേ. അങ്ങ് പ്രതീക്ഷിക്കുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് UDFുമായി സഹകരിപ്പിക്കാം എന്നൊരു പരസ്യമായ അനൗൺസ്മെന്റ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്. അതൊക്കെ ഞാൻ KC ഇനി ആ കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും ഫൈനലായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ KCയുമായി സംസാരിച്ചതിന് ശേഷമേ ഞാൻ അതിന്റെ മുകളിൽ തീരുമാനിക്കും. 15-ാം തീയതി VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തി, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എന്റെ ഔദ്യോഗിക പ്രഖ്യാപന ഡിക്ലറേഷൻ നടത്താമെന്ന് VD സതീശന് ഉറപ്പ് നൽകിയെന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് VD സതീശൻ അതിൽ നിന്ന് പിന്നോട്ട് പോയെന്ന് കരുതുന്നത്? ഇലക്ഷൻ ഇല്ല. ഞാൻ പറഞ്ഞൊന്ന് വിശദീകരിക്കാം. അത് വിശദീകരിക്കേണ്ട ഘട്ടം ചിലപ്പോ വരും. VD സതീശൻ മാത്രമാണോ? ചിലപ്പോ വരും. മനസ്സിലായോ? എങ്ങനെ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി എന്നും എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയായി എന്നും PV അൻവറിനെ ഡിക്ലെയർ ചെയ്യാത്ത എന്താന്നൊക്കെ എനിക്കറിയാം. ഞാനിത് പറഞ്ഞ് കുളങ്ങരക്കാൻ നിൽക്കുന്നില്ല. വസ്തുതകൾ വെച്ചിട്ട് ഞാൻ സംസാരിക്കും കേരളത്തിലെ ജനങ്ങളോട്. ഇപ്പൊ എന്താണെന്നറിയോ, അത് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. കേരളത്തിലൊരു പൊതുസമൂഹം ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് പട്ടിണി കിടന്ന് പണിയെടുക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും കോൺഗ്രസിന്റെ പ്രവർത്തകരും മറ്റു സംഘടനാ പ്രവർത്തകരും ഇവിടെ ഉണ്ട്. അവര് വലിയ നിരാശയിലും വേദനയിലാണ്. അവരുടെ നെഞ്ചത്ത് ചവിട്ടാൻ ഞാൻ ഇപ്പില്ല. അതിനും വില കൽപ്പിക്കുന്നവനാണ് ഞാൻ, സാധാരണക്കാരായ പ്രവർത്തകർക്ക്, UDFന്റെ പ്രവർത്തകർക്ക്. അതുകൊണ്ട് ഞാൻ ഇപ്പോ ഒന്നും ഞാൻ പറയുന്നില്ല. പറയേണ്ട ഘട്ടം വന്നാൽ എന്തുകൊണ്ടാണ് ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാവരുത് എന്ന് ഞാൻ പറഞ്ഞതും അതിന്റെ പ്രത്യാഘാതം എന്താണെന്നും എങ്ങനെയാണ് സ്ഥാനാർത്ഥി ആയത് എന്നും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ആരാണ് പറ്റിച്ചതെന്നും അതെങ്ങനെയാണ് പറ്റിച്ചതെന്നും ഒക്കെ പറയേണ്ട ഒരു ഘട്ടം വരുമ്പോൾ നോക്കാം. പ്രതിപക്ഷ നേതാവ് മാത്രമല്ല ഇതിലൊക്കെ. ഒരു 8 മിനിറ്റ് ഞാൻ എന്താ, ഇത് ഒരു പ്രതിപക്ഷ നേതാവ് ഒരു കുറ്റക്കാരനാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകണ്ട. അദ്ദേഹം ഇതില് പൂർണ്ണമായും കുറ്റക്കാരനെന്നുള്ള അഭിപ്രായം എനിക്കില്ല.
അദ്ദേഹത്തെ ഈ കുഴിയിൽ കൊണ്ടുപോയി ചാടിച്ച 1-2 ആളുകളുണ്ട്. മനസ്സിലായില്ലേ? അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു മേഖല വരുമ്പോൾ ഞാൻ നിലമ്പൂരിലെ ജനങ്ങളോട് പറയുന്നു, നിലമ്പൂരിലെ ജനങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ വേണ്ട, ഈ സാധുക്കൾക്ക് വേണ്ടി, ഈ മനുഷ്യർക്ക് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടിയിട്ട്, ഈ സമുദായത്തിന് വേണ്ടി സംസാരിച്ചിട്ടാണല്ലോ ഈ കോലത്തിൽ ഞാനായത്. ആ ജനങ്ങളോടാണ് എനിക്ക് ഇനിയും സംസാരിക്കാനുള്ളത്. അങ്ങനെ ഒരു ഘട്ടം വരുമ്പം പറയും, അത് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ.